ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഫിൽമി ഷേഖ്. അപ്പോൾ നമ്മളെല്ലാവരും അക്ഷമരായി കാത്തിരുന്ന, ഞാൻ അമിത പ്രതീക്ഷയോടെ കൂടി കാത്തിരുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗം എംപുരാൻ കണ്ടിട്ട് ദേ ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. ഞാൻ ഫാൻ ഷോ ആയിരുന്നു കണ്ടിരുന്നത്. ഈ പടത്തിന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നല്ലൊരു പടം, ഒരു ഗുഡ് മൂവി, നല്ലൊരു എന്റർടൈനർ, ഒരു ഇന്റർനാഷണൽ സ്റ്റഫ്, മലയാള സിനിമയിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത കൈൻഡ് ഓഫ് വിഷ്വൽസ് ഒക്കെ ഉള്ള ഒരു മൂവി. അപ്പോൾ ഈ പടത്തിന്റെ പോസിറ്റീവ്സിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഇതിലെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിന്റെ ഡയറക്ടർ പൃഥ്വിരാജ് സുകുമാരനാണ്. കാരണം മൂപ്പര് ഇതിൽ പുൾ ഓഫ് ചെയ്തിരിക്കുന്ന ഒരു സംഭവമുണ്ട്. കാരണം അങ്ങനത്തെ ഒരു സ്റ്റോറിയാണിത്. പല ധ്രുവങ്ങളിൽ കിടക്കുന്ന 3 കഥകളൊക്കെ കൂടി അമാൽഗമേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അതിന് മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റ് മേക്ക് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു പരിപാടിയാണ്. എവിടെ കട്ട് ചെയ്യണം, എന്ത് പറയണം, എന്ത് പറയണ്ടെന്ന് ചിന്തിച്ച് വേണം ചെയ്യാൻ. കാരണം ഇലുമിനാറ്റിയുടെ കാര്യങ്ങളുണ്ട്, നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സ് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ നെടുമ്പള്ളി ഗ്രാമത്തിലെ പൊളിറ്റിക്സ് വരെ അതിൽ പറയുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ കൂടിയിട്ട് ആൾക്കാർക്ക് കൺവിൻസിങ് ആയിട്ട് പറയണ്ടേ, അതൊരു വലിയ ടാസ്ക്കാണ്. അത് അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ മുരളി ഗോപിയുടെ സ്ക്രിപ്റ്റിങ്ങിനെ പറ്റി പറയണ്ടല്ലോ, ഒരുപാട് ഇന്നർ ലെയേഴ്സ്, ഒരുപാട് പൊളിറ്റിക്കൽ, നമ്മുടെ പൊളിറ്റീഷ്യൻസിനിട്ട് വരെ ചെറിയ ചെറിയ തട്ടൊക്കെ കൊടുക്കുന്ന ഡയലോഗ്സ് ഒക്കെ ഈ പടത്തിലുണ്ട്. അതൊക്കെ നമ്മളൊന്നും കൂടി ഇരുന്ന് കണ്ടാൽ ചിലപ്പോൾ മനസ്സിലായിരിക്കും. ആദ്യ വ്യൂവിൽ എനിക്ക് അങ്ങനെ വല്ലാണ്ട് കത്തിയിട്ടൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രഫി അടിപൊളിയായിരുന്നു. ചില സീൻസൊക്കെ കുറച്ച് ബ്ലറായ പോലെ തോന്നി, അതൊരു കല്ലുകടിയായ പോലെ തോന്നി. ബാക്കിയെല്ലാം അടിപൊളിയായിരുന്നു. പിന്നെ ആന്റണി പെരുമ്പാവൂർ, ദി മാൻ ബിഹൈൻഡ് എംപുരാൻ എന്ന് പറയണം. മൂപ്പരുടെ പൈസ, ഫണ്ടിങ്, കാരണം മജാതി പ്രോപ്പർട്ടീസ് ആൻഡ് ലൊക്കേഷനാണ് ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങേര് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അടിപൊളി തന്നെ പറയേണ്ടി വരും. കാരണം ട്രെയിലറിൽ കണ്ട ആ വാർ ഹെലികോപ്റ്റേഴ്സിൻ്റെ സീനൊക്കെ ഉണ്ടല്ലോ, തിയേറ്റർ കിടന്ന് കുലുങ്ങായിരുന്നു. അജാതി സാധനമായിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും എനിക്ക് ഈ പടം അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഞാൻ ഈ പടം ലൂസിഫറുമായിട്ടാണ് കമ്പയർ ചെയ്യണം. കാരണം ലൂസിഫറിന്റെ 2ാം ഭാഗമാണല്ലോ. അങ്ങനെ നോക്കുമ്പോൾ ലൂസിഫറിൽ കിട്ടിയ ഒരു വാവ് എലമെന്റ്, ഒരു കിക്ക്, ഒരു പഞ്ച്. ലൂസിഫർ എന്ന് പറയുമ്പോൾ ഓരോ ക്യാരക്ടറും പഞ്ചാണ്, ഓരോ ഡയലോഗ്സ് പഞ്ചാണ്, ഓരോ സീക്വൻസ് പഞ്ചാണ്. ബോബി വില്ലനൊക്കെ ഏത് ലെവലാണ്. ആ സംഭവം ഒന്നും എംപുരാനിൽ എനിക്ക് കിട്ടിയില്ല. സത്യം പറഞ്ഞ എംപുരാനിൽ പഞ്ച് സീൻസ് ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ആകെ എനിക്ക് 1-2 സീൻസേ ഒന്ന് അറിഞ്ഞ് കൈയടിക്കാൻ തോന്നിയിട്ടുള്ളൂ, വേറെ ഒന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. ആ ഒരു പഞ്ച് മിസ്സിങ് ആയിരുന്നു. അതാണ് എംപുരാനിൽ ഞാൻ കണ്ട ഏറ്റവും വലിയ നെഗറ്റീവ്. അപ്പോൾ പടം തുടങ്ങുമ്പോൾ തന്നെ, എംപുരാൻ തുടങ്ങുമ്പോൾ ഒരു കലാപം കാണിച്ചുകൊണ്ടാണ് നോർത്ത് ഇന്ത്യയിലെ. അതൊരു ഹിന്ദി സിനിമ പോലെ ഇങ്ങനെ കാണുന്നു. ടിയാനൊക്കെ കണ്ടൊരു മൂഡിലേക്ക് പോയി. ഓക്കെ, കലാപം നടക്കുന്നു, പക്ഷെ ഇതിങ്ങനെ കുറച്ചിങ്ങനെ വലിച്ചു നീട്ടി കുറച്ച് ബ്രൂട്ടലാണ്, അതിങ്ങനെ കാണിച്ചു പോകുന്നു. ഓക്കെ, കലാപം കഴിഞ്ഞാൽ ഇനി പടത്തിലേക്ക് കടന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞേ ട്രാക്കിലേക്കാവുമെന്ന് ഞാൻ അങ്ങനെ വിചാരിച്ചു. നെടുമ്പള്ളി ഗ്രാമം കാണിക്കുന്നു. ഓഫ് മോനെ, കൈയടിക്കാൻ തയ്യാറായിരിക്കുക. അപ്പം നെടുമ്പള്ളി ഗ്രാമത്തിലാണെങ്കിൽ സമ്മേളനത്തോട് സമ്മേളനം. മഞ്ജു വാര്യർ തന്നെ 4-5 പ്രസംഗം നടത്തുന്നുണ്ട്. ടൊവിനോന്റെ പ്രസംഗം, സുരാജ് വെഞ്ഞാറമൂടിന്റെ പ്രസംഗം, അങ്ങനെ കണ്ടവരൊക്കെ പ്രസംഗിക്കുകയാണ് ഈ പടത്തിൽ. എന്നാൽ വല്ല കാര്യമുള്ള കാര്യമാണ് പ്രസംഗിക്കുന്നത്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ലൂസിഫർ എന്ന് പറഞ്ഞ പടത്തിൽ ടൊവിനോ വന്നിട്ട് മുണ്ടെടുക്കാൻ അറിയാത്ത, മര്യാദയ്ക്ക് മലയാളത്തിൽ 2 തെറി പറയാൻ അറിയാത്ത ആളാണെന്നൊക്കെ വിചാരിച്ചോ നിങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു പഞ്ച് കിട്ടുന്നുണ്ട് ആ പ്രസംഗത്തിൽ, ആ സമ്മേളനത്തിൽ. ഇതൊന്നുമില്ല, അങ്ങനത്തെ പ്രസംഗം ഒന്നല്ല ഇതിൽ. എന്തൊക്കെയോ ഒരു കഥ ഇങ്ങനെ നരേറ്റ് ചെയ്ത് പോകുന്ന പ്രസംഗത്തിൽ കൂടെ ഒരുപാട് നേരം ഇങ്ങനെ ഓരോ സമ്മേളനങ്ങൾ, മഹാസമ്മേളനം കണ്ട ഒരു ഫീലായിരുന്നു. മഹാസമ്മേളനത്തിനൊക്കെ DVD കണ്ട ഒരു ഫീലായിരുന്നു. ഓക്കെ, അത് കഴിഞ്ഞു. അതിങ്ങനെ കുറച്ച് കഴിഞ്ഞു, ഒരു മണിക്കൂർ, 3/4 മണിക്കൂറൊക്കെ ആയപ്പോൾ ലാലേട്ടൻ്റെ ഇൻട്രോ വരികയായി. എന്താ പറയാ, ഇതാണ് ഇൻട്രോ. മലയാള സിനിമയിൽ ഒരാൾക്ക് പോലും ഇങ്ങനൊരു ഇൻട്രോ ഇതുവരെ കിട്ടിയിട്ടില്ല, ഇനി കിട്ടുമെന്ന് പോലും അറിയില്ല. അമ്മാതിരി ഇഞ്ചമ്പുളി ഇൻട്രോ. അത് നിങ്ങൾ കണ്ടനുഭവിക്കണം. തിയേറ്റർ കെട്ടന്ന് കുലുങ്ങുകയായിരുന്നു. അജാതി, എങ്ങനെ പറഞ്ഞറിയിക്കണം എന്നറിയാം. ഞാനൊക്കെ നീറ്റ് നിന്ന് കൈയടിക്കായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇൻട്രോ നടക്കുമ്പോഴും ഉള്ള കാര്യം പറയാലോ, ഈ പടത്തിലെ BGM, അയ്യോ, സൗണ്ട് മിക്സിംഗ് ഒക്കെ ഗ്രേറ്റ് ആണ്. BGM ഈസ് ലൈക്ക്, അയ്യോ ദീപക് ദേവ് സർ, നിങ്ങൾ എന്നെ പണി വെച്ചിരിക്ക. ചിലപ്പോൾ അവർ കണ്ടംപററി സ്റ്റൈല് മറ്റൊരു ഹോളിവുഡ് പിടിച്ചതാവും. എന്നാലും എന്താ ഓർത്തിരിക്കാവുന്ന ഒരു BGM ഇല്ല ഈ പടത്തില്.
ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു BGM. ലൈക്ക് ഒരു 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 മാസ് ക്യാരക്ടർ, ഒരു പാൻ ഇന്ത്യൻ ക്യാരക്ടറാണ് വരുന്നത്, പാൻ ഇന്ത്യൻ ആയിട്ടാണല്ലോ ഈ പടം പ്രൊമോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ഹെവി ക്യാരക്ടർ വരുമ്പോൾ അയാൾക്കൊരു സിഗ്നേച്ചർ BGM വേണ്ടേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ലിയോ എടുത്ത് നോക്കാം. ലിയോ എടുക്കുമ്പോൾ ലിയോ പടം കണ്ടു കഴിഞ്ഞിട്ട് 2 ആഴ്ച ആ ക്യാരക്ടർ ആ സിനിമ എൻ്റെ ഒപ്പം ട്രാവൽ ചെയ്യുന്നു ആ BGMൽ കൂടെ. മൈ ലൈഫ് ഇസ് ഇൻ ദിസ് ടൗൺ. ഞാൻ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആ ട്യൂണൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്, ആ BGM ഇട്ടിട്ടാണ് ചെയ്യുന്നത്. ആ പടവും എലിവേറ്റ് ആവുകയാണ്, ആ പടവും ട്രാവൽ ചെയ്യുകയാണ് ആ BGMൻ്റെ ഒപ്പം. അതേപോലെ ഒരു BGM ഇല്ല. അടിപൊളി ഒരു സീക്വൻസ് എടുത്ത് വെച്ചിട്ട് അത് എലിവേറ്റ് ചെയ്യുന്ന ഒരു BGM ഇല്ല എന്ന് വെച്ചാൽ ആ ഒരു മൂകത ആലോചിച്ച് നോക്ക്. അങ്ങനെ ഒരു മൂഡിലേക്ക് പോയി. പക്ഷേ ഇൻട്രോ വാസ് വെരി നൈസ്. ഓക്കെ, BGM കൂടി ഉണ്ടായിരുന്നെങ്കിൽ, നല്ലൊരു BGM കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ഓർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരു ട്യൂൺ ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിലേക്ക് പോകേണ്ട ഒരു ഇൻട്രോ ആയിരുന്നു. ഓക്കെ, ഇൻട്രോ കഴിഞ്ഞിട്ട് ഇനി പടം കത്തിക്കാൻ പോകാന്ന് വിചാരിക്കുമ്പോൾ പിന്നെ സമ്മേളനം. എനിക്ക് ആകെ എന്താ ഇത്, കുറച്ച് ലാഗിങ് ആയൊക്കെ പോലെ തോന്നി. ഇങ്ങനെ ഫസ്റ്റ് ഹാഫ് ഒരു ട്വിസ്റ്റിലൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങ് തീരും. പിന്നെ ഫസ്റ്റ് ഹാഫിൽ ഇവർ മാസ് കൊണ്ടുവരാൻ കാണിച്ചിരിക്കുന്നത് കുറേ ഹെലികോപ്റ്ററാണ്. ഹെലികോപ്റ്ററുകൾ ഇങ്ങനെ വെറുതെ കാണിച്ചിട്ടുണ്ടെങ്കിൽ, മലയാള സിനിമയിൽ ഹെലികോപ്റ്റർ വന്നു കൈയടിക്കൂ എന്ന് പറഞ്ഞാലും കൈയടിക്കുന്നില്ലല്ലോ. ഹെലികോപ്റ്റർ കാണിക്കേണ്ട രീതിയിൽ കാണിക്കണം. ആ വാർ ഹെലികോപ്റ്റർ വന്നപ്പോൾ അടിപൊളിയായിരുന്നു. പിന്നെ വെറുതെ ഹെലികോപ്റ്റർ വരുന്നു, പോകുന്നു താഴ്ന്നു, കുറേ ഹെലികോപ്റ്റർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വാവ് എന്നുള്ളങ്ങനെ ഫീല്. മലയാളത്തിലൊക്കെ അത് ആദ്യമായിട്ടാവും. പക്ഷേ മലയാളികൾ പല പടങ്ങളും കാണുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ മുമ്പിലേക്ക് വെറുതെ ഹെലികോപ്റ്റർ ഇട്ടൊരു മാസം കാണിക്കാൻ പറ്റില്ല. പിന്നെ ഓക്കെ, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ അവിടെ മുതൽ പടം ഒന്ന് കുറച്ചങ്ങ് കയറിപ്പോയി മക്കളെ. അത് പറയാതിരിക്കാൻ വയ്യ. ജംഗിൾ പൊളി സീന് നമ്മൾ ട്രെയിലർ കണ്ടിട്ട് എല്ലാവരും ഡീകോഡ് ചെയ്തില്ലേ? ഒരു മരത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഫൈറ്റ് ഉണ്ടാവുന്നു, തീൻ്റെ ഇടയിൽ വന്നിട്ട് മുണ്ടെടുത്തിട്ട് ലാലേട്ടൻ്റെ, അതാണ് ഫൈറ്റ്. ലാലേട്ടൻ അവിടെ കോട്ടിട്ടിട്ട് കാണിച്ചിട്ടും കിട്ടാത്തതിൻ്റെ ഡബിൾ ഇമ്പാക്റ്റ് മാസാണ് ആ മുണ്ടെടുത്ത് വന്നപ്പോൾ കിട്ടിയേട്ടാ. ഒന്നും പറയാനില്ല. അതൊരു തിയേറ്ററൊക്കെ കത്തിച്ച് അമ്മാതിരി റെസ്പോൺസ് ആയിരുന്നു ആ സീനിന്. അത് അടിപൊളി. പക്ഷേ അപ്പോഴും ഫൈറ്റ് വളരെ ശോകമായിരുന്നു ഇതിൻ്റെ ഫൈറ്റ്. ഇപ്പം ലൂസിഫർ എടുത്ത് നോക്കാന്നുണ്ടെങ്കിൽ ഫൈറ്റിനൊക്കെ ഒരു സ്റ്റൈലുണ്ട്, ഫൈറ്റ് ചെയ്യുന്നതിനൊരു കോഴ്സ് ഉണ്ട്. ലാലേട്ടൻ ഒറ്റയ്ക്ക് ആരും ഇല്ലാന്ന് കാണുമ്പോഴാണ് ലാലേട്ടൻ ഇറങ്ങി അടിക്കുന്നത്, കടവുള്ള പോലെ എന്ന് പറഞ്ഞിട്ട്. ഇത് ലാലേട്ടന് വേദി ഒന്നിൽ ഫൈറ്റ് എന്ന് പറയുമ്പോൾ ലാലേട്ടന് ഫൈറ്റ് ചെയ്യണം, അതിന് വേണ്ടി ഒരു ഫൈറ്റ് അടിച്ച പോലെ ഒരു ഇത് ഫീല്. പിന്നെ ആ ഫൈറ്റും ഒരു സുഖമല്ല, ഒരു തെലുങ്ക് പടത്തെ ഫൈറ്റ് പോലത്തെ ഒരു ഫൈറ്റ്. പക്ഷെ ഓക്കെ, തിയേറ്ററിലത്തെ ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സാധനമായിരുന്നു. പക്ഷെ ഫോർ മീ, എനിക്ക് പേഴ്സണലി എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി അല്ലെങ്കിൽ അബ്രാം ഖുറേഷി അങ്ങനെ ഇടികൂടേണ്ട ഒരാളൊന്നുമല്ല. അങ്ങനെ വിരലിൽ ഞൊടിച്ച ബുള്ളറ്റ് വന്ന് പതിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ നാട്ടുകാർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അങ്ങനെ സെക്കൻഡ് ഹാഫ് നല്ല രീതിയിൽ പോയിട്ടോ, അടിപൊളിയായിട്ടൊക്കെ അങ്ങനെ പോയി. പിന്നെ അതിൽ വില്ലനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ അതിൽ ബോബി, ഇതിലൊരു ഹിന്ദിക്കാരനാണ്. ഒരു ഇമ്പാക്റ്റ് ഇല്ല വില്ലനെ കൊല്ലുമ്പോഴും നമുക്ക് ഒരു ഫീലും കിട്ടുന്നില്ല. പക്ഷെ ബോബീനൊക്കെ എന്താ എസിക്കൽ 21:16 എന്നൊക്കെ പറഞ്ഞിട്ട് കൊല്ലുമ്പോഴുള്ള ഫീലൊന്നും ഇതിൽ കിട്ടുന്നില്ല. അങ്ങനെ ക്ലൈമാക്സ് എത്തുമ്പോൾ രാജുവേട്ടനും ലാലേട്ടനും കൂടിയുള്ള ഫൈറ്റാണ്. ഫൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സായിദ് മസൂദും എബ്രാം ഖുറേഷിയും കൂടി ഫൈറ്റ് ചെയ്യുമ്പോൾ അതിനൊരു ക്വാളിറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇലുമിനാറ്റിയാണ് അവർ തെലുങ്ക് പടത്തത്തെ ഇടിയാണ് അതിൽ നടത്തിയത്. ക്ലൈമാക്സിൽ അലമ്പ് ഫൈറ്റ്, അതിൻ്റെ ഒപ്പം ഒരു പാട്ടും. ഫൈറ്റ് വാസ് വെരി ബാഡ്. ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ച ഫൈറ്റ് ഈ പടത്തിലെ, ഇങ്ങനെ ആയിരിക്കരുത് ഫൈറ്റ്. പിന്നെ ഫൈറ്റിൻ്റെ കാര്യം പറയുമ്പോൾ ലാലേട്ടൻ ഈ കേക്ക് വാക്കാണ് ഫൈറ്റ് എന്ന് പറയുമ്പോൾ ഈസി. ആൾക്കാരൊക്കെ എടുത്ത് മറിച്ച് ഇടുമ്പോൾ അപ്പുറത്തെ സൈഡിൽ പൃഥ്വിരാജ് കടന്നിട്ട്, പൃഥ്വിരാജിൻ്റെ പെർഫോമൻസ് വാസ് വെരി ബാഡ്. കുറച്ച് സീനേ ഉള്ളൂ, ഫൈറ്റാണ് ചെയ്യാനുള്ളത്, അതിൽ പറഞ്ഞിട്ട് പിന്നെ ദേഷ്യം വരുമ്പോൾ ഇങ്ങനെ ചീക്ക് ഇങ്ങനെ വിറപ്പിക്കുന്ന സംഭവം. അലമ്പായിരുന്നു പെർഫോമൻസ് രാജുവേട്ടൻ്റെ. ഞാൻ രാജുവേട്ടൻ്റെ കട്ട ഫാനാണ്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ഈ പടത്തിൽ രാജുവേട്ടൻ്റെ ഫൈറ്റൊന്നും ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. നന്നായി ഫൈറ്റ് ചെയ്യുന്ന മനുഷ്യനാണ്, പക്ഷേ ഇതിൽ ഒരു ഇമ്പാക്റ്റ് കിട്ടിയില്ല. ഓക്കെ, അങ്ങനെ പടം കണ്ട് തീരുന്നു. പടം തീരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൽ ടൈലൻറ്റ് വേണ്ടേ എന്ന്. അപ്പോൾ ടൈലൻ്റ് ഉണ്ട്. നമ്മുടെ ലൂസിഫർത്തെ ടൈലൻറ്റ് പറയേണ്ടത്. ഞാനൊക്കെ ഷൊർണൂർ മേളം തിയേറ്ററിൽ കസേരയുടെ മുകളിൽ കയറി ഇന്ന് ഡാൻസ് കളിച്ചായിരുന്നു, കരിമേഘക്കെട്ടഴിഞ്ഞ് ആ സംഭവം. പക്ഷെ ഇതിലെന്ന് പറയുമ്പോൾ ടൈലൻ്റാക്കി വെച്ചിരിക്കുന്നത് കിങ് ഓഫ് കൊത്ത
അതാണ് ടൈലൻഡ്. വളരെ ശോകമായിരുന്നു ടൈലൻഡ്. ലൈക്ക് ഒരു തമിഴ് തെലുങ്ക് പടം കണ്ട പോലൊരു ടൈലൻഡ് ആയിരുന്നു എമ്പുരാൻ്റെ ടൈലൻഡ്. പിന്നെ ഇതിൽ മറ്റേ ജപ്പാനീസ് ആളൊക്കെ ഉണ്ട് കേട്ടോ, അതൊന്നും ആരാതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ തേർഡ് പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. തേർഡ് പാർട്ട് നമുക്ക് അടിക്കണം, ഒരു കുറവില്ലാതെ അടിക്കണം. ലൂസിഫറിൻ്റെ മേലെ ഒരു പടം കിട്ടണം, അതിനാണ് വെയിറ്റിംഗ്. എമ്പുരാൻ എനിക്ക് ലൂസിഫറിൻ്റെ കുറച്ച് താഴെയായിട്ട് തോന്നി കേട്ടോ. പക്ഷേ ഈ പടം മസ്റ്റ് വാച്ച് ഫ്രം തിയേറ്ററാണ്. നിങ്ങൾക്ക് പൈസ കൊടുത്ത് ഒരിക്കലും നഷ്ടമല്ല, നിങ്ങൾ കണ്ടോളൂ, ഒരു പ്രശ്നമില്ല. പക്ഷെ ലൂസിഫറുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് താഴോട്ട് പോയി എന്നുള്ളൂ. ഇതൊരു ഇന്റർനാഷണൽ സ്റ്റെഫാണ്, മലയാളത്തിൽ ഫസ്റ്റ് ടൈമാണ്. ലീഗോബി പറയുന്ന പോലെ ഭയങ്കര സാമൂഹ്യ പ്രസക്തിയുള്ള ഒരു വിഷയം ഷുഗർ കോട്ടിങ് ചെയ്തിട്ട് നമുക്ക് കണ്ട് തന്നിട്ടുണ്ട്. പക്ഷേ കോട്ട് ചെയ്ത ഷുഗർ കുറച്ചും കൂടി ക്വാളിറ്റി ആക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ക്വാളിറ്റി, പ്രൊഡക്ഷൻ ക്വാളിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി, കോണ്ടന്റ് ക്വാളിറ്റി. ലൂസിഫറിൽ കിട്ടിയ ക്വാളിറ്റി, പടത്തിൻ്റെ ക്വാളിറ്റി എനിക്ക് എമ്പുരാനിൽ കിട്ടിയില്ല. എന്നാലും പറയാലോ, മലയാള സിനിമയിൽ നിന്ന് ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് ഓക്കെ ബൈ.